ഒമാനിലെ സൊഹാറിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണം 2 പേർ മരിച്ചു. അൽ അവാഹി വ്യവസായിക മേഖലയിലാണ് ആക്രമണമുണ്ടായത്. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, ഒമാനിൽ സൊഹാറിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ 2 പേർ മരിച്ചു എന്നുള്ള വിവരം വരുന്നു. മരിച്ചവരാരൊക്കെ, ഏത് രാജ്യത്തു നിന്നുള്ളവരാണ് ഈ ആക്രമണത്തിന് ഇരയായതെന്നാണ് മനസ്സിലാക്കുന്നത്? വിവരങ്ങൾ എങ്ങനെയാണ്? ഒമാനിലെ സൊഹാറിലെ 2 ഡ്രോൺ ആക്രമണം ഇന്നൊരു പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ അതിൽ 2 പ്രവാസികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഒരു ഡ്രോൺ അത് തകർത്ത് അതിന്റെ അവശിഷ്ടമാണ് വീണതെന്ന് പറയുന്നു. മറ്റൊരു ഡ്രോൺ അത് തകർക്കാനായില്ല, അത് നേരിട്ട് പതിക്കുകയായിരുന്നു എന്നാണ് ഒമാൻ ന്യൂസ് ഏജൻസി ഒക്കെയും നൽകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ 2 പേർ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇവർ ഒമാൻ സ്വദേശികളല്ല, മറിച്ച് എക്സ്പാട്രിയേറ്റ്സ് ആണ്, പുറത്തു നിന്നുള്ളവരാണ് എന്നുള്ള വിവരമാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് അവരുടെ രാജ്യം ഏതാണെന്നോ എവിടെ നിന്നുള്ളവരാണോ എന്ന ഔദ്യോഗികമായി യാതൊരു വിവരവുമില്ല. അപ്പോൾ ആ നിലയ്ക്ക് 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനമാണ്. കാരണം കഴിഞ്ഞ ദിവസമൊന്നും അങ്ങനെ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്യാത്ത ഇടയിലാണ്, അതായത് ഈ സാധാരണക്കാരുടെ ഒക്കെയും സിവിലിയൻസിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാത്തതിനിടയിൽ പുതുതായി മരണം ഉണ്ടാകുന്നു എന്നുള്ളത് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇന്ന് രാവിലെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടുമൊക്കെ ഈ പോർട്ടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ആക്രമണമെങ്കിൽ ഇതിപ്പോൾ ഏതാണ്ട് വ്യാവസായിക മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഈ തൊഴിലാളികളുണ്ട്, ഒപ്പം തന്നെ അവിടെ താമസിക്കുന്നവരുണ്ട്. എന്തായാലും കാര്യമായിട്ടുള്ള ആക്രമണമാണ് ഉണ്ടായത്. 2 ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്, 2 പേർ കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. പ്രവിത, ഒമാനിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിൽ 2 വിദേശികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ മുഹമ്മദ് റഹീസ് പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.